രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള മൂന്നാമത്തെ പരാതിയുടെ പിന്നിലുള്ള കള്ളക്കഥ പൊളിയുന്നു. ഞെട്ടിച്ച് ഫെനി ആ പരാതിക്കാരിയുമായിട്ടുള്ള വാട്സപ്പ് ചാറ്റുകൾ പുറത്തുവിട്ടു. ഫെനി ചോദിക്കുന്നു, അല്ലെങ്കിൽ വളരെ എന്തെങ്കിലും ഒരു സാങ്കേതിക തകരാറ് ശ്രീ ജോർജ് ജോസഫ്? ഈ കേസ് നിലനിൽക്കുന്ന കേസല്ല. കാരണം 2024 ഏപ്രിലാണ് ഈ സംഭവം തിരുവല്ലയിൽ നടന്നെന്ന് പറയുന്നത്. 2024 ഏപ്രിൽ ആയപ്പം പുതിയ നിയമങ്ങൾ വന്നു കഴിഞ്ഞു. 2023 മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ള കാര്യമാണ് സംസാരിക്കാൻ വന്നേക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് നമ്മുടെ ചാനലിൽ രാഹുലാണ് വിഷയങ്ങൾ മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇന്നൊരു സന്തോഷമുള്ള ഒരു വാർത്ത. ഞാനിത് വൈകിട്ട് അറിഞ്ഞതാണ്, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. നമ്മുടെ ഫെനി കുറച്ച് ചാറ്റ് പുറത്തു വിട്ടിട്ടുണ്ട്. നമ്മുടെ ഇപ്പം മൂന്നാമത് വന്ന യുവതിയുടെ ചാറ്റും കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടു. ഇപ്പോൾ യുവതി കൊണ്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുമുണ്ട്. ഓക്കെ, അല്ല ഞാൻ ചോദിച്ചോട്ടെ, നമ്മളെ ഒരാൾ ക്രൂരമായി പീഡിപ്പിച്ചെന്ന് കരുതുക. ഒരു സ്ത്രീ, ഇത് കാണുന്ന സ്ത്രീകളോട് ഞാൻ ചോദിക്കും, നിങ്ങൾ ഒരാളിപ്പോൾ ക്രൂരമായിട്ട് ഒരാൾ പീഡിപ്പിച്ചെല്ലാം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ട് എന്നെ പീഡിപ്പിച്ച ആളല്ലേ ഒന്ന് കാണണം, ഒരു 3 മണിക്കൂർ സംസാരിക്കണം എന്നൊക്കെ നിങ്ങൾ ആരെങ്കിലും പറയുമോ? നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ചിരിച്ച് ആരും പറയത്തില്ല, അത് വേറെ കാര്യങ്ങൾ. ഓക്കെ, എന്നാലും നമ്മുടെ യുവതി 2025 ഒക്ടോബറിലാണ് നമ്മുടെ ഫെനിക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതിൻ്റെ A to Z ഡീറ്റെയിൽ അങ്ങ് പുറത്തു വിട്ടു, ചാറ്റ് അങ്ങ് പുറത്തു വിട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പെണ്ണെന്ന് പറഞ്ഞ ചില വർഗ്ഗങ്ങളുണ്ട്, ചില ആൾക്കാർ അവരുടെ ഭാവം അല്ലെങ്കിൽ അവരുടെ എന്താ പറയണ്ടേ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകും. ഇപ്പം അവരുടെ കൂടെയുള്ള കൂട്ടുകാരെ ആണെങ്കിൽ പോലും തെറ്റിദ്ധരിപ്പിച്ച് വേണമെങ്കിലും നിർത്താൻ ഇവൾമാരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. കാരണം വീട്ടിലെ തന്തയുടെ തള്ളയുടെയും വിലയൊന്നും അറിയത്തില്ല, അവനവൻ്റെ ഇഷ്ടത്തിന് മാത്രമായിട്ട് ഇറങ്ങി ഇങ്ങനെ തോന്നിയ പോലെ നടക്കുന്ന കുറേ അവൾമാർ. ഒരു സമയമാകുമ്പോൾ ഇതൊക്കെ പഠിക്കുമ്പോൾ അവസാനം വീട്ടുകാരെ കാണത്തുള്ളൂ, അത് മനസ്സിലാക്കും സമയമാകുമ്പോൾ. ഓക്കെ, എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് പോകാം. ഞാൻ വെറുതെ പ്രസംഗിച്ച് വെറുതെ സമയം കളഞ്ഞില്ല. പിന്നെ നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവർ, രാഹുൽ തിരിച്ചു വരണം, രാഹുൽ MLA ആയിട്ട് നിൽക്കണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രം എൻ്റെ വീഡിയോ ലൈക്ക് അടിക്കുക. ജസ്റ്റിസ് ഫോർ രാഹുൽ എന്ന്, രാഹുൽ മാങ്കൂട്ടം എന്ന് ഒരു കമൻറ്റ് വിടുക. പിന്നെ ചാനലിൽ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്തേക്കുക, യൂട്യൂബിലാണെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കുക. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ കൊടുക്കണേ. അതിനു മുമ്പ് നമ്മുടെ 24 ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആഷ്മിയുടെ സംസാരമൊക്കെ കേട്ടിട്ട് എന്തോ കുറ്റക്കാരനാക്കണം, ഓരോ ചോദ്യങ്ങളൊക്കെ കേട്ടാൽ അങ്ങനെയാണ് കോടതി എന്ന് തോന്നും. അങ്ങനെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ചില സമയത്ത് ഞാനാണ് ഇവിടുത്തെ കോടതി എന്നുള്ള രീതിയിലെ ഭാവമാണ്. അയ്യോ, റിനിയൊക്കെ ഇരിപ്പുണ്ട്. എന്തായാലും നമ്മുടെ ജോർജ് ജോസഫ് സാർ സംസാരിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചുതരാം. കാരണം കേസ് വല്ലതായിട്ട് നിലനിൽക്കാനൊന്നും പോകത്തില്ല. പോരാത്തിന് ഇപ്പം ഇതേ കിടക്കുന്ന പുള്ളിക്കാരുടെ ചാറ്റും കൂടെ പുറത്ത് വീണപ്പോഴത്തേക്ക് ആഹാ ഓ ഹേ ഹേ ആഹാ. ഇതുപോലുള്ള നട്ടലുള്ള ആണുങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ പുറത്ത് വിടുമ്പോൾ ഇവളെ പോലുള്ള കള്ളിമാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും നമുക്ക് ന്യൂസിലോട്ടൊന്ന് പോവാം. ജോർജ് ജോസഫ്, ഇവിടെ ഈ മെയിൽ പരാതിയിൽ 3 ദിവസത്തിനകം പരാതിക്കാരി നേരിട്ട് ഹാജരായി ഒപ്പിടണം എന്ന വ്യവസ്ഥ പാലിച്ചിട്ടില്ല, അതുകൊണ്ട് അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്നങ്ങ് ബ്ലൈൻഡായി വാദിക്കാൻ പറ്റുമോ? ഇനി ആ വാദത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് തന്നെ വെക്ക്. ഉയരുന്ന ഗുരുതരമായ ആരോപണത്തിന് മാരക സ്വഭാവം ഇല്ലാതാക്കുന്നതാണോ എന്തെങ്കിലും ഒരു സാങ്കേതിക തകരാറ് ശ്രീ ജോർജ് ജോസഫ്? ഈ കേസ് നിലനിൽക്കുന്ന കേസല്ല. കാരണം 2024 ഏപ്രിലാണ് ഈ സംഭവം തിരുവല്ലയിൽ നടന്നെന്ന് പറയുന്നത്. 2024 ഏപ്രിൽ ആയപ്പം പുതിയ നിയമങ്ങൾ വന്നു കഴിഞ്ഞു. 2023 BNSഉം അതുപോലെ BNSSഉം ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ആ നിയമം അനുസരിച്ചേ കേസെടുക്കാൻ പറ്റുള്ളൂ. അത് സാധാരണ IPC കേസെടുക്കുന്നത് ആ പുതിയ നിയമം 2020 വരുന്നതിന് മുമ്പുള്ള ദിവസം വെച്ച് ആ ദിവസം ആണെങ്കിൽ IPC കേസെടുക്കാൻ. ഇപ്പം പോലീസിന് അവിടെ തെറ്റിപ്പറ്റിപ്പോയി, IPC ഒഫൻസസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പം 173(2) BNS പ്രകാരം ഒരാൾക്ക് വേണമെങ്കിൽ മൊഴി നേരിട്ട് കൊടുക്കാം പോലീസ് SHO മുമ്പാകെ. വിദേശത്തുള്ള ആൾക്ക് ഇലക്ട്രോണിക്കൽ മീഡിയയിൽ ഉപയോഗിച്ചിട്ട് അവർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം. അങ്ങനെ ഇലക്ട്രോണിക് മീഡിയയിൽ ആരെങ്കിലും കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആൾ കംപ്ലയിനൻ്റ് 3 ദിവസത്തിനകം SHO മുമ്പാകെ വന്ന് മൊഴി രേഖപ്പെടുത്തണമെന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. അപ്പോൾ അത് ഇവിടെ നടന്നിട്ടില്ല. മൂന്നാം ദിവസത്തിനകം അത് മൊഴിയാണോ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം 3 ദിവസം? രഹസ്യമൊഴി അങ്ങനെയൊന്നുമില്ല. മൊഴി ഇല്ല, രഹസ്യമൊഴി എന്നൊരു സംഭവം ഇല്ല, എല്ലാം മൊഴിയേ ഉള്ളൂ. എന്തിനാ രഹസ്യം? അങ്ങനെ രഹസ്യമൊഴി ഈ നടപടിക്രമം വീഡിയോ കോൺഫറൻസിലൂടെ 164 രേഖപ്പെടുത്താൻ പോകാനുള്ള പോലീസ് അതിൽ കൂടുതൽ അനുവാദം തേടാൻ പോകുന്നു. ഇല്ല, ഇല്ല. 164 ഒക്കെ IPCക്കകത്തല്ലേ കിടക്കുന്നത്. അതവിടെ കിടക്കട്ടെ. നമുക്ക് ഇപ്പോഴത്തെ BNS അനുസരിച്ച് ഒരു മൊഴി ഒരാൾ കൊടുത്ത് ഒരു കേസ് എടുക്കാം.
അത് ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ചിട്ട് മൊഴി കൊടുക്കാം. അത് ഇലക്ട്രോണിക് മീഡിയ വന്നു കഴിഞ്ഞാൽ ആ ആൾ 3 ദിവസത്തിനകം, അതാണ് ഇപ്പോഴത്തെ ഇന്ത്യയിലെ നിയമം, 3 ദിവസത്തിനകം ആ മൊഴി ഓറലായിട്ട് കൊടുത്ത് ഒപ്പിട്ട് വാങ്ങിക്കണം. അങ്ങനെ ഒപ്പിട്ട് SHO വാങ്ങുമ്പം അത് വീഡിയോഗ്രാഫി ചെയ്യണമെന്നുണ്ട്. അങ്ങനെ വാങ്ങുന്ന മൊഴി ഒരു ലേഡി ഓഫീസറായിരിക്കണമെന്നും പറയും. ഇത് പുതിയ നിയമം അനുസരിച്ച് BNSSൻ്റെ കാര്യത്തിൽ കിടക്കുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അങ്ങനെ അതൊന്നും ഇല്ലാതെ ആ സ്ത്രീ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. ഇലക്ട്രോണിക് മീഡിയം വെച്ച് കേസെടുത്തിട്ട് എത്ര ദിവസമായി? അപ്പോൾ അത് ഇൻവാലിഡായി ആ FIR, അത് വാലിഡിറ്റി ഇല്ല ആ FIR-നാന്ന് ഞാൻ പറയണത്. അങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം വേറെ ആവശ്യം. അത് തന്നെയല്ല, ഇതിനകത്ത് നമ്മളൊരു കാര്യം ചെയ്യണം. ഇതിനകത്ത് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഇമ്മീഡിയറ്റ്, അതാണ് ഇങ്ങനെ റേപ്പ് കേസും മറ്റൊരിതുണ്ടെങ്കിൽ 3-ാം ദിവസം അവർ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ മെഡിക്കൽ എക്സാമിനേഷൻ അന്നേരം തന്നെ നടത്തണ്ടേ? അപ്പോൾ അതിന് സൗകര്യമില്ല. ഇത് എത്ര 2024 ഒരു സംഭവം വെച്ചിട്ടാണ് ഇപ്പം മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയ അതിന് എവിഡൻസ് കിട്ടുമോ? നിയമവിരുദ്ധമായ കിട്ടത്തില്ല. ഇപ്പൊ ഓരോന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. ഇപ്പം അന്ന് പീഡിപ്പിച്ചു എന്ന് പറയുന്ന വ്യക്തി 2023 മാസം മുമ്പ് രാഹുലിനെ കാണാൻ, സംസാരിക്കണം, എവിടെയെങ്കിലും ഒഴിഞ്ഞൊരു റൂമിൽ എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇതെന്താ സംഭവം എന്ന്. ഓക്കെ, അദ്ദേഹം കുറച്ച് കറക്റ്റ് പോയിന്റ് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇനി നമുക്ക് ക്രോസ് ചെയ്ത് സംസാരിച്ച് അങ്ങനെ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. കാരണം A to Z കാര്യങ്ങൾ, ഇപ്പൊ അദ്ദേഹത്തിന് തന്നെ ഒരു സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഈ പറയുന്ന ഈ വ്യക്തിക്ക്, ജോസഫിന് യൂട്യൂബ് ചാനലുണ്ട്. A to Z കാര്യങ്ങൾ പുള്ളി കറക്റ്റ് തിരക്കി പറയും. പിന്നെ ചില കാര്യത്തിനൊക്കെ ചില മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ തിരുത്തിയിട്ടുമുണ്ട് നമ്മുടെ വീഡിയോ കൂടെ. എന്നാലും അദ്ദേഹം പറയുന്ന ബാക്കി കൂടെ വെക്കാം. അത് കഴിഞ്ഞിട്ട് രാഹുൽ ഈശ്വറിന്റെ ഒരു വീഡിയോ ഉണ്ട്, അത് മിസ് ചെയ്യല്ലേ. സപ്പോസ് ഒരു കൊടും റേപ്പ്, ആ റേപ്പിൽപ്പെട്ട് ഒരു പെൺകുട്ടി കോമയിലായി പോയി, കേസെടുക്കണ്ടേ? മൊഴിയില്ല, ഈ പറയുന്ന ഒന്നുമില്ല, കേസെടുക്കാൻ വകുപ്പില്ലേ? കേസെടുക്കാമല്ലോ, സോമോട്ടായിട്ട് എടുക്കാമല്ലോ. അതിന് ആരെങ്കിലും മൊഴി തരണമല്ലോ, ആരെങ്കിലും മൊഴി തരുമല്ലോ. ആ കുട്ടിക്ക് ഇങ്ങനെയാണ്, സംസാരിക്കാൻ മേലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് കോടതി പരിഗണിക്കണമല്ലോ. പക്ഷേ നിയമപുസ്തകത്തിൽ പറയുന്നത് 3-ാം ദിവസം മൊഴി കൊടുത്തേ വെക്കുള്ളൂ. അവർക്ക് ശകലമെങ്കിലും ജീവനുണ്ടെങ്കിൽ മൊഴി പറയും. ഞങ്ങളൊക്കെ അങ്ങനെയാണ് സാധാരണ. ആ പോലീസിൻ്റെ ഓഫീസർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഡോക്ടറുടെ സഹായത്തോടു കൂടി അല്പമെങ്കിലും പറഞ്ഞു കഴിയും. കാരണം മരണമൊഴിയാണത്, ഡൈയിങ് ഡിക്ലറേഷനാണ്. അപ്പോൾ ആ രീതിയിലുള്ള മൊഴിയെടുപ്പ് ഇവിടെ നടന്നിട്ടില്ല. അവരിപ്പോഴും വിദേശത്തുണ്ട്. ഇപ്പം വേറൊരു ഈ ഫെന്നി നൈനാൻ ഒരു വാർത്ത പറയണത് ഞാൻ കേട്ടിട്ട് അതിശയിച്ചു പോയി. ആ പെൺകുട്ടി ഫെന്നി നൈനാനെ വിളിച്ചിരിക്കുന്നു, ഒന്നുകൂടെ ഇയാളെ ഒന്ന് കാണണം, 4 മണിക്കൂർ അവർക്ക് ഒന്നിച്ച് സംസാരിക്കണം, അത് അദ്ദേഹത്തിൻ്റെ MLA കാറിൽ പാടില്ല, ലോഡ്ജിൽ വെച്ച് പാടില്ല എന്നൊക്കെ പറഞ്ഞുള്ള അതാണ് അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പം ഈ മൊഴിയെടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ അതിന് റെസ്പോൺസിബിൾ ആണ്. ഇനി ഫെനി എന്താണ് പറഞ്ഞതിനെ കുറിച്ച് നമുക്ക് രാഹുൽ ഈശ്വർ പറയുന്ന വീഡിയോ ഒന്ന് വെച്ചുതരാം. ഈ കാലത്ത് ആണുങ്ങൾക്ക് ഞാൻ ആലോചിക്കുകയാണ്, നാളെ എങ്ങനെ നമ്മൾ ഇറങ്ങി നടക്കും? ഒന്നും മുട്ടിയാൽ കിടന്ന് അലറിയാൽ തീരാനേ ഉള്ളൂ. നമ്മൾ റോഡിൽ കൂടെ പോയി ഒന്ന് അറിയാതെ ടച്ച് ചെയ്താൽ അപ്പം കിടന്ന് അലറിയാം, അവൻ എന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് പോയി. ലൈഫ് ലോങ് ആ ഒരു സംഭവം നമ്മുടെ ഇതിൽ കിടക്കും, ആ ഒരു ചീത്തപ്പേര്. ഓക്കെ, നീ രാഹുൽ ഈശ്വർ പറയുന്ന വീഡിയോ ഞാൻ വെച്ചു തരാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള 3-ാമത്തെ പരാതിയുടെ പിന്നിലുള്ള കള്ളക്കഥ പൊളിയുന്നു. ഞെട്ടിച്ച് ഫെനി ആ പരാതിക്കാരിയുമായിട്ടുള്ള വാട്സപ്പ് ചാറ്റുകൾ പുറത്തുവിട്ടു. ഫെനി ചോദിക്കുന്നു, അല്ലെങ്കിൽ വളരെ പ്രസക്തമായി തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, 2024 പീഡിപ്പിച്ച വ്യക്തിയെ 2025 ഒറ്റയ്ക്ക് കാണുന്നത് എന്തിന്? ചാറ്റുകൾ പുറത്തുവിട്ട് ഫെനി നൈനാട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, എന്റെ ഫെനി, നിനക്കിത് എന്തിന്റെ കേടാണ്? നിനക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് നിന്നെ പൂട്ടാൻ നോക്കും, ആ പരാതിക്കാരിയുടെ ഭാഗത്തു നിന്ന് നിന്നെ വേട്ടയാടാൻ നോക്കും, മുഖ്യമന്ത്രിക്ക് ഇനി ഒരു പരാതി പോവും, മുഖ്യമന്ത്രി പോലീസ് നിന്നെ ഉപദ്രവിക്കും, നിനക്ക് മുൻകൂർ ജാമ്യം എടുക്കേണ്ടി വരും, ചിലപ്പം ജയിലിൽ കിടക്കേണ്ടി വരും, കോൺഗ്രസ് പാർട്ടിയിലെ ആരും നിന്നെ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യില്ല, നിന്നെ തള്ളിപ്പറയും. നിനക്ക് എന്തിന്റെ വട്ടാണ് ഫെനി ഇങ്ങനെയുള്ള സത്യങ്ങൾ വിളിച്ചു പറയാൻ? ഫെനിയോടത് ചോദിക്കുമെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതേപോലെ കുറച്ച് വട്ടുള്ള ആൾക്കാരുള്ളത് കൊണ്ടാണ് ഈ ലോകം ഇതേപോലെ നിൽക്കുന്നത്. സത്യം പറയാൻ എല്ലാവരും കള്ളം പറയുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് സത്യം പറയാൻ ധൈര്യം കാണിക്കുന്ന ഫെനിയെ പോലുള്ള, രാഹുൽ ഈശ്വർമാരെ പോലുള്ള, ശ്രീനയെ പോലുള്ള കുറച്ചു മനുഷ്യരുള്ളതുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ എല്ലാവരും കള്ളം പറഞ്ഞ് എല്ലാവരെയും പരസ്പരം കുടുക്കി പോകും. ഫെനി ആദ്യം പറഞ്ഞത് സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞാൽ ഫെനിക്ക് വലിയൊരു പ്രണാമം. ഫെനി കാണിച്ചത് വലിയ ധൈര്യമാണ്. ഫെനിക്കെതിരെ നടപടി ഉണ്ടാകും, സംശയമൊന്നുമില്ല, നടപടി ഉണ്ടാകും. ഫെനിയെ ഇനിയും ബുദ്ധിമുട്ടിക്കും, ചിലപ്പം ജയിലിൽ പിടിച്ചിടും. അതെല്ലാം ഉണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മാത്രമല്ല, സത്യത്തിന് വേണ്ടിയാണ് ഫെനി നിന്നത്. ഫെനിക്ക് വലിയൊരു സല്യൂട്ട്. ഫെനിയെ പോലുള്ള കുറച്ച് വട്ടന്മാർ ഈ ലോകത്ത് വേണം, ഇല്ലെങ്കിൽ ഈ ലോകത്തെ കള്ളന്മാർ നശിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അങ്ങനെ കള്ളന്മാർ എന്ന് പറഞ്ഞാൽ ഈ കള്ളപ്പരാതിക്ക് കൂട്ടുനിൽക്കുന്ന ആൾക്കാർ, അവർ അതിനെ നശിപ്പിക്കും. നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ
രാഹുൽ പറഞ്ഞത് കറക്റ്റ് കാര്യങ്ങളാണ്. നട്ടുള്ള ഒരുത്തിനെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഫെനിയെ പോലുള്ള ഒരാളെ. കാരണം പാർട്ടിയിൽ നിന്നിട്ട് ഇപ്പോൾ സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് 18ന്റെ പണി ചിലപ്പോൾ പാർട്ടി തന്നെ കൊടുക്കും. പിന്നെ പോലീസിന്റെ കുറേ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ. അവിടെ സത്യം അവൻ പുറത്തുവിട്ടത്. അതിന് പോലീസ് ചിലപ്പോൾ അറസ്റ്റ് ചെയ്യുമായിരിക്കും, ചോദ്യം ചെയ്യുമായിരിക്കും, അവനെതിരെ കംപ്ലൈന്റ് കൊടുക്കുമായിരിക്കും, എന്തോ ആയിക്കോട്ടെ. പക്ഷെ അവൻ സത്യം പുറത്ത് ഇട്ടുകൊണ്ട് ആ പെണ്ണിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിതുവരെ ആ പെണ്ണിന്റെ പേരോ ഫോട്ടോസോ ഒന്നും വിട്ടില്ലെങ്കിൽ പോലും നമ്മളെതിരെ കേസുമായിട്ട് ആൾക്കാർ വരികയൊക്കെ ചെയ്യും. ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ അവരെയൊക്കെ ചേർത്ത് പിടിക്കാനാണ് നോക്കുക ആദ്യം വേണ്ടത്. കാരണം ഇന്നലേക്ക് എനിക്കോ നിങ്ങൾക്കോ ആർക്കോ ആവാം, നിങ്ങളുടെ മക്കൾക്കോ ആർക്ക് വേണമെങ്കിലും ഇത് സംഭവിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കുറച്ച് കാര്യങ്ങളിലേക്ക് പോവാം. ഫെനി കൊടുത്തിട്ടുണ്ട് ആ പെൺകുട്ടിയോടുള്ള ചാറ്റുകൾ. ഈ ചാറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും കോറായ അംശം എന്താ അറിയാം? ഞാനുള്ള ചാറ്റുകൾ വായിക്കാം. ആ അതിജീവിത പെൺകുട്ടി ഇര എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആളുടെ പേര് പറയാതെ ആ പെൺകുട്ടി ഫെനിയോട് അങ്ങോട്ട് പറയുന്നു, ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ലാറ്റിൽ പോകാനാണ് എനിക്ക് താല്പര്യം. സേഫ് പ്ലേസ് വേണം, സമാധാനമായിട്ട് സംസാരിക്കണം, സമയം വേണം, അത്രേ ഉള്ളൂ. അടുത്ത മാസം സമയം വേണം, എത്രയും പെട്ടെന്ന് വേണം, അതിനപ്പുറം പോകാൻ പറ്റില്ല. എവിടെയാണെങ്കിലും കുഴപ്പമില്ല, സേഫ് പ്ലേസ് ആയാൽ മതി. ഡേ ആണെങ്കിൽ എനിക്കും സൗകര്യം, രാവിലെ ആണെങ്കിൽ എനിക്കും സൗകര്യം. പിന്നെ എനിക്ക് വേറെ പ്രോഗ്രാംസ് ഉണ്ട്, വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ് ഓടാൻ പറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങനെ വേറെ പണിയുണ്ടെന്ന് ഓടാൻ പറ്റില്ല. എനിക്ക് എവിടെയായാലും കുഴപ്പമില്ല, സേഫ് പ്ലേസ് മതി. അങ്ങോട്ട് നിരന്തരം മെസ്സേജ് അയക്കുകയാണ്. പിന്നെ ഓഫീസ് എനിക്ക് കംഫർട്ടബിൾ അല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിൽ എനിക്ക് പോകണ്ടെന്ന് ആ പരാതിക്കാരി പറയുന്നു. അങ്ങോട്ട് എല്ലാവർക്കും ആക്സസ് ഉള്ളതല്ലേ. അപ്പം ഫെനി ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി, എത്ര ടൈമാണ് ഉദ്ദേശിക്കുന്നത്? ഒരു 3-4 മണിക്കൂറെങ്കിലും എനിക്ക് വേണം. അപ്പോൾ ഫെനി 20 ഒക്ടോബർ 2025, അതായത് 3 മാസം മുമ്പ്, ഒന്നേൽ ഫ്ലാറ്റ് അല്ലെങ്കിൽ കാർ ഡ്രൈവ് ചെയ്യണം. ഓഫീസ് ആക്സസിബിൾ ടു പബ്ലിക് മീഡിയ ആൻഡ് അതർ പാർട്ടി പീപ്പിൾ ആണ്. അവിടെ സ്റ്റാഫ് ഉണ്ടാവില്ലേ ഓഫീസിൽ? ആ പെൺകുട്ടി ചോദിക്കുന്നു. ഞാനൊരു അവൻ എന്നെ ആക്കിയിട്ട് പോകും, അപ്പൊ എന്നാ പ്രശ്നം? അതായത് ഫ്ലാറ്റ് ഓപ്ഷൻ അല്ല, പോലീസ്മാനും സെക്യൂരിറ്റി ഉണ്ടെന്ന് ഫെനി പറയുന്നു. ഇത്രയൊക്കെ കഴിഞ്ഞ് യഥാർത്ഥത്തിൽ ഈ ഒക്ടോബറിലാണ് ഈ സംസാരങ്ങളെല്ലാം. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിന് എന്തെങ്കിലും വിശ്വാസ്യതയുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചു. ആരെയും ഒന്നും പറയുന്നില്ല. ഞാൻ ആദ്യ പെൺകുട്ടിയുടെ പരാതി ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ കാര്യം, അതായത് ആദ്യ പെൺകുട്ടിയുടെ പരാതിയിൽ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി പറഞ്ഞതിനാണ്. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ തെറ്റാറുടെ ഭാഗത്താണെന്ന്. ഇത് ട്രാപ്പ് ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതായിട്ട് ഇപ്പോൾ കുറേ വിനിയെ പോലുള്ളവന്മാരൊക്കെ വന്ന് ഞെളിഞ്ഞിരിപ്പുണ്ടല്ലോ. ഓരോ കേസ് വരുമ്പോൾ ഇവിടെ രാഹുൽ നിരപരാധി ആയിക്കൊണ്ടിരിക്കുകയാണ്, പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായിട്ടുണ്ട്. ചിലപ്പോൾ ഉണ്ടായി കാണുമായിരിക്കാം, പരസ്പര സമൂഹത്തോടെ ഓരോ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കാം. എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇമാതിരി വർത്താനം പറയുമ്പോൾ എനിക്ക് വലിയ യോജിപ്പോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുകയും ചെയ്യുക, പെടുത്താൻ നോക്കുക എന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, എന്തായാലും നമുക്കിനി അടുത്ത കേസുമായിട്ട് നാളെ വരാം. ഇതിപ്പം പുള്ളിക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ 4ാമത്തെ പെണ്ണ് വരും. അതിനിപ്പോഴേ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 5 വരെ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ബാക്കി വരുമ്പോൾ അറിയാം. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. എന്തായാലും ഇപ്പോൾ കാണുന്ന ജനങ്ങൾ കൂടെ കാണുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സംഭവിച്ചാൽ ബൈ, ലവ് യു ഓൾ.